ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ളത് കാണിച്ചു തരാം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പം പൊങ്ങിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ചെറിയ പാത്രം ആയതുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് പിന്നെ താഴേക്ക് പോയി, പുറത്തേക്ക് ഒഴുകിയില്ല. വലിയ പാത്രം വെച്ചാൽ ഫുള്ളായി നിറയുമായിരുന്നു. ഗ്രീൻ പീസ് ഇത് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ, അത് കുഴപ്പമില്ല. ഇത് ഇന്നലെ 12 മണിയൊക്കെ ആകുമ്പോൾ വെള്ളത്തിലിട്ടിട്ട് വൈകുന്നേരം ഒരു 9 മണിയാകുമ്പോൾ വാരി വെച്ചതാണ് കേട്ടോ. ഇത് നേരെ ഒന്ന് കഴുകിയിട്ട് ഇടാറുണ്ട്, കഴുകാതെയും വേണമെങ്കിൽ ഇടാം. ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെയുണ്ട് ഇടുകയാണ്, വെള്ളം തിളപ്പിച്ച് വയ്ക്കുക. അയ്യോ പുറത്ത് പോയി. ഇങ്ങനെ വാരി വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് മസാലയൊന്നും ഇല്ലാതെ ഉള്ളൊരു കറി ഉണ്ടാക്കുന്നത്. നമുക്ക് ഇപ്പോൾ 7:40 35 ആയി, 7:35 40 എങ്ങാണ്ടായി. നമുക്കൊരു 8:15 ആകുമ്പോഴേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആവും. തുള്ളിയും കൂടി വെള്ളം വേണം, അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചാൽ ശരിയാവുമെന്ന് അറിയില്ല. ഇത് മഞ്ഞളൊന്നും ഇടില്ല, നമ്മൾ സ്റ്റൂ പോലെ വെറും ഗ്രീൻ പീസ് കൊണ്ടുള്ള സ്റ്റൂ പോലെയാണ് ഉണ്ടാക്കുന്നത്. കുക്കർ അടയ്ക്കാം. ഒപ്പം വെള്ളം വേണ്ടതായിരുന്നു, ഞാൻ ആദ്യം വെള്ളം വെച്ചത് കൊണ്ടാണ് അത് ഒപ്പമില്ലാതെ ചൂടുവെള്ളം കുടിക്കുക രാവിലെ. അപ്പോൾ അതിന് വെച്ച വെള്ളത്തിന് കുറച്ചാണ്ട് ഒഴിച്ചു കൊടുത്തു കിട്ടാൻ, ഈ വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ വേവാതിരിക്കുകയാണ്. ഇടാനും പറ്റില്ല, തിളച്ചു. ഇത് 1600 നമുക്കത് കുറയ്ക്കാം കേട്ടോ. അതിൻ്റെ സൗണ്ട് ഭയങ്കരമാണ്, അതുകൊണ്ട് ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ട് കുറയ്ക്കുകയാണ്. 700ക്ക് ഇട്ട് വയ്ക്കാം, തള തുടങ്ങിയല്ലോ. നമുക്ക് നമ്മുടെ അപ്പമാവിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഇളക്കി വയ്ക്കാം കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞാൽ 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുക. ഇതാണ് കുറച്ച് ഉപ്പിടാം. പിങ്ക് ഹിമാലയൻ സാൾട്ടാണ്, അതാണ് ഈ റെഡ് കളർ കേട്ടോ. പിങ്ക് കളർ എന്ന് പറയുന്നു, പിങ്ക് അല്ല കളറ്. ഇതിലും കുറച്ച് വെള്ളം, ഇതിലും അപ്പോൾ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം. ഇതിലും കുറച്ച് ടൈറ്റ് ഉണ്ട്, അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു. ക്യാമറ ഓഫായിരുന്നു, കുറച്ചും കൂടി ഒഴിക്കുന്നു. അപ്പോൾ ഭയങ്കര ടൈറ്റാക്കി വെച്ചാൽ പൊങ്ങില്ല കേട്ടോ. ഇത് ഇന്നലെ രാത്രി ഒരു 8:15 ആകുമ്പോൾ വെച്ചതാണ് കേട്ടോ. ഞാൻ രാവിലെ ആകുമ്പോഴേക്കും 5 മണിയൊക്കെ ആകുമ്പോഴേ ഇത് പൊങ്ങിയിട്ട് താന്നിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബബിൾസൊക്കെ പോയി ഇത്രയും ഇളക്കാൻ പാടില്ലായിരുന്നു. ഇങ്ങനെ കണ്ടാൽ മതി. അല്ല, വെള്ളം ഒരു സൈഡിലായിപ്പോയി. ചിലപ്പോൾ നമുക്ക് ഒരു അരമണിക്കൂർ വയ്ക്കുക. അരമണിക്കൂർ വയ്ക്കാൻ സമയമില്ല, നമുക്ക് വേഗം വേണം. കാരണം നമുക്ക് കുറച്ച് കൂടുതൽ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അത് കുറച്ച് ആവശ്യമൊക്കെയാണ്. അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് എല്ലാം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. കാരണം അത് ആദ്യം 700 വിസിൽ വന്നു, പിന്നെ 500 വിസിൽ, പിന്നെ 300 ഇൻഡക്ഷൻ ബോർഡിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ വിസിൽ വന്നു, പിന്നെ കുറച്ച് നേരം കൂടി അത് എടുത്തിട്ട് മാറ്റി. എന്താ നല്ല വെന്തിട്ടുണ്ടായിരിക്കും, വേവ് കൂടിയാലേ ഉള്ളൂ. അപ്പോൾ ഇനി അതിൽ വെള്ളം അധികം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കും. പിന്നെ ഇവിടെ തണുപ്പായതുകൊണ്ട് നമുക്ക് തേങ്ങ കടിച്ചിരിക്കുമ്പോൾ അടിക്കുമ്പോൾ ഒന്ന് ചൂടുവെള്ളം ഒഴിച്ചാൽ നമുക്ക് മര്യാദയ്ക്ക് കിട്ടും. മറ്റേത് ഇങ്ങനെ ഒരുമാതിരി എടുക്കും. ഇതൊരു ഏകദേശം ചെറിയ തേങ്ങയുടെ ഒരു അരമുറി തേങ്ങയാണിത് കേട്ടോ. അതിങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ചെത്തിയെടുത്തതാണ്, തണുപ്പ് പോകാൻ വേണ്ടിയിട്ട്. ഇന്ന് ലൈറ്റ് ചൂടുവെള്ളം ആക്കിയിട്ട് ആ ചൂടുവെള്ളത്തിൽ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മസാലയൊന്നും ഇല്ലാത്ത കറിയാന്നുള്ളത്. അപ്പോൾ കുറച്ച് കറിവേപ്പില, ഈ പച്ചമുളക് ഫുള്ളൊന്നും വേണ്ട, ഞാൻ കുറച്ച് കഴുകുന്നു കേട്ടോ. ഇഞ്ചി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി. ഈ വെളുത്തുള്ളി ഫുള്ള് ചതക്കില്ല, മറ്റേത് ചതയ്ക്കും. ഞാൻ ഉള്ളിയൊക്കെ കഴുകിയിട്ടുണ്ട് പൊളിക്കുക ചെയ്യും, വേഗം ആവാൻ വേണ്ടി. അത് പിന്നെ ഇതിലേക്ക് കുറച്ച് ജീരകം വേണം, ഇത്രയും ജീരകം മതി. അത് ഇത്ര ജീരകം വേണം. അത് ജീരകം ഇങ്ങനെ ഇതിലെടുത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ കഴുകാൻ പറ്റും. കാരണം ഇനി ഈ സാധനങ്ങളൊന്നും നമ്മളധികം, അല്ലെങ്കിൽ ഞാൻ ജീരകം കഴുകിയിട്ട് എടുക്കാറ് തിളപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും. കാരണം അതങ്ങനെ ശീലമായി മാറി. അരിപ്പയിൽ കഴുകും. പിന്നെ നമ്മൾ ഇനിയുള്ള ഈ സാധനങ്ങളൊന്നും അങ്ങനെ തിളപ്പിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കി ഫ്രഷായ സാധനങ്ങൾ തന്നെ നമ്മൾ എടുക്കുന്നത്. തിളപ്പിക്കുന്നുണ്ടെങ്കിൽ കച്ചറ സാധനം എടുക്കാമെന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. തേങ്ങയൊക്കെ നമ്മൾ ഏറ്റവും ഫ്രഷ് തേങ്ങ എടുക്കുകയാണ്, തിളപ്പിക്കാത്തപ്പോൾ ഏറ്റവും നല്ലത്. നമ്മൾ തേങ്ങാപ്പാലൊക്കെ എടുക്കുമ്പോൾ ഏറ്റവും ഫ്രഷ് അല്ലേ നമ്മൾ എടുക്കാറുള്ളൂ, അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഇത് ഇന്നലെ രാത്രിയിൽ ഞാൻ ഉടച്ച തേങ്ങയാണ്, ഫ്രിഡ്ജ് വെച്ചതായിരുന്നു. അപ്പോൾ ആ ഫ്രഷ്നെസ് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഇട്ടിട്ട് നമുക്കിത് കഴുകാം. അപ്പോൾ ഇത് ചൂടുവെള്ളത്തിലിട്ടു. അതിന് തേങ്ങാപ്പാൽ പോലെ അതിൻ്റെ സത്ത് പോകുന്നുണ്ടല്ലേ.
ഇതിൻ്റെ ബാക്കിലത്തെ ഭാഗങ്ങളൊക്കെ കളഞ്ഞാൽ കളർ വരും. പിന്നെ ഈ കറിയിൽ കുരുമുളക് ഇടാൻ ഞാൻ പിന്നെ തീരെ കളർ നല്ലോണം മാറണ്ടെന്ന് വിചാരിച്ച് മാത്രം കുരുമുളക് ഇടാതിരുന്നതാണ്. പിന്നെ രാവിലെയല്ലേ നമ്മൾ കഴിക്കുന്നത്, അതുകൊണ്ടാട്ടോ കുരുമുളക് ഇടാതിരുന്നത്. അപ്പോൾ ഇത് നമുക്ക് അരയ്ക്കാം. ജീരകം ഇടാം, ജീരകം ഇടാം, ബാക്കിയുള്ളതൊക്കെ ചതയ്ക്കാനുള്ളതാണ്. കുക്കർ ഓണാക്കാണ് കേട്ടോ. അതായത് ഓണക്കില്ല, തുറക്കുകയാണ് കുക്കർ. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതാ ഗ്രീൻ പീസ് വെന്ത് ശരിയായിട്ടുണ്ട്. എണ്ണ വേവിച്ചോളൊന്നുമില്ല, വേണമെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. കണ്ടില്ലേ, ഇങ്ങനെ വെന്തു. അതാണ് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് വാരി വെച്ചാൽ ഇതേ ലെവലിലാവും കേട്ടോ. പിന്നെ ഇനി നമ്മൾ തേങ്ങ ഒന്നും തിളപ്പിക്കുന്നില്ല കേട്ടോ, ഒന്നും തിളപ്പിക്കില്ല. പിന്നെ അസിഡിറ്റിക്ക് തോന്നുന്നവർക്ക് വേണമെങ്കിൽ തിളപ്പിക്കാം. പിന്നെ ഇത് കുറേ ചൂടോടെ മാത്രമേ കറി അല്ല, പിന്നെ കുറേ കഴിഞ്ഞിട്ട് കഴിക്കും എടുത്തു വയ്ക്കാനൊക്കെ എന്ന് തോന്നുന്നവർക്ക് തിളപ്പിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ തിളപ്പിക്കുകയാണെങ്കിൽ തേങ്ങ തള വരുന്നതോട് കൂടിയിട്ട് ഓഫ് ചെയ്യാൻ ശ്രമിക്കുക. തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് സാധാരണ നമ്മൾ ഈ കറി ഉണ്ടാക്കാറ്. ഇത് വെളുത്തുള്ളി ഫുള്ള് ഞാൻ ആക്കിയില്ല, 2 എണ്ണയാണ് അത് ചതച്ചിലൂടെ. വെളുത്തുള്ളിയുടെ ഫ്ലേവർ അധികം ഇഷ്ടമല്ല, അപ്പോൾ 2 എണ്ണം വെറുതെ ഇടുന്നുണ്ട്. ഇത് വേണ്ടവർക്ക് കഴിക്കാം ആ ലെവലിൽ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഒക്കെ കൂടിയിട്ട്. പച്ചമുളക് മാത്രമേ ഫുള്ള് എടുത്തില്ല. ചൂട് ജാറ് കേടാവണോ. വെള്ളമൊന്നും കൂടില്ല കേട്ടോ, വെള്ളം കുറച്ച് വേണത്. സ്റ്റൂ പോലെ അല്ല, നമ്മൾ ഈ കപ്പ കൊണ്ടൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെയാണ് ഉദ്ദേശിക്കുന്നത്. കപ്പ, ഉരുളക്കിഴങ്ങ്, പിന്നെന്താ അങ്ങനെ ഓരോന്നുകൊണ്ടൊക്കെ ഉണ്ടാക്കാറില്ലേ. പിന്നെ എനിക്കിതിൽ ക്യാരറ്റും ബീൻസൊക്കെ ഇട്ടതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ്. ഇന്ന് രാവിലെ അധികം വെള്ളം വേണ്ട, ധാരാളമായി ഇപ്പോൾ വെള്ളം. കൈയൊക്കെ തൊടാതിരിക്കാൻ ശ്രമിക്കുക, കാരണം നമ്മൾ തിളപ്പിക്കുന്നില്ലല്ലോ. വേണമെങ്കിൽ തിളപ്പിക്കും ചെയ്യാം കേട്ടോ, അങ്ങനെ വരുന്നതോട് കൂടി ഓഫ് ചെയ്താൽ മതി. പക്ഷേ ആ കപ്പ കൊണ്ടൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ലാസ്റ്റ് എടുത്തിട്ട് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് പിന്നെ തിളപ്പിക്കുന്നൊന്നുമില്ല. ഉപ്പിടാൻ അതല്ല, ഗരം മസാല ഗരം മസാല ഇടും കേട്ടോ, മറന്നു. ഇളക്കിക്കോ. മസാല ഇത്ര ഇടും കേട്ടോ, ഇത്ര മതി. പിന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിക്കുക. കറിവേപ്പില ഫ്രഷ് ഉണ്ടെങ്കിൽ വീണ്ടും ഇടാം. നന്നായിട്ട് വെളിച്ചെണ്ണ. നമ്മുടെ അപ്പത്തിൻ്റെ കറി. അപ്പത്തിൽ ഗ്രീൻ പീസ് വേവിക്കാൻ മാത്രമേ പണിയുള്ളൂ. ഗ്രീൻ പീസ് വേവിച്ചിട്ട് കുതിർത്തിയിട്ട് ഒരു 6 മണിക്കൂർ 8 മണിക്കൂർ എടുത്ത് വെച്ചാൽ വേവിക്കലും വളരെ ഈസിയായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ കറിയായി നമുക്ക് അപ്പം ഉണ്ടാക്കേ. അപ്പം മാവ് വീണ്ടും പൊങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഉണ്ടാക്കാൻ കേട്ടോ. ഇത് കല്ല് പൊങ്ങിയിട്ടില്ല, വേഗത്തിൽ വേണം, അതുകൊണ്ടാണ് പുകയാൻ നിൽക്കാത്ത പോലെ വേഗമാക്കുന്നത്. അതില്ല, അപ്പം കരിയുന്ന പോലെ. ഇത് പാത്രം മാറ്റിയാൽ ഇതിൻ്റെ ബബിൾസ് പോലെ, അതാണ് പൊങ്ങിയതിൻ്റെ അപ്പം ഒഴിക്കേ. നല്ല കുറവുണ്ട്, തുള്ളി വെള്ളം കൂടി ആവാം അല്ലേ, നല്ല കുറവുണ്ട്. നേരത്തെ ചൂടുവെള്ളം ഒഴിച്ചതായിരുന്നു കേട്ടോ. ചൂടുവെള്ളം അപ്പത്തിലൊഴിക്കാം. ആ ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാൻ എന്തോ വീഡിയോ ഓണാക്കാൻ മറന്നു. ഇതാ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇത് ബബിൾസ് പോകും. നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും ചൂടുവെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരുന്നാൽ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണ്ടേ, അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. ഇനിയും വേണമെങ്കിൽ വെള്ളമാവാം കേട്ടോ, കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ ആവാം. ഞാൻ ആക്കുന്നില്ല, കാരണം ഒന്നുമില്ല, കാരണമൊന്നുമില്ല ആക്കുന്നത്.
നമ്മുടെ അപ്പവും സിമ്പിൾ കറിയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതാ ഈ സീഷൽ എന്ന് കാണുന്ന ഈ റെസ്റ്റോറൻറ്റ് ഇവിടെ മോളേനെ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം രാത്രി 10 മണിക്ക് നമ്മൾ എടുക്കാൻ പോകുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. 10 മണിക്ക് നമ്മൾ എടുക്കാൻ പോകുന്നതിനുള്ള കുറച്ച് കാഴ്ചകളും തിരിച്ചു വരുമ്പോഴുള്ള കാര്യങ്ങളാണ് നമ്മൾ കുറച്ചൊരു കാണിച്ചത്. രാവിലെ നമ്മൾ വീഡിയോ എടുത്തിട്ട് പിന്നെ നമുക്കങ്ങനെ അധികം വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. കുറച്ച് അങ്ങനെ തിരക്കുകളുണ്ടായിരുന്നു. പിന്നെ ഈ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോയി. അങ്ങനെയൊക്കെ കുറേ സമയം നമ്മുടെ പോയി. പിന്നെ അതൊന്നും ഞാൻ കാണിക്കാതിരുന്നത് വേറെ കുട്ടിക്കുള്ളൊരു ഗിഫ്റ്റ് അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാണിക്കാതിരുന്നത് കേട്ടോ. പിന്നെ മോൾക്കത് അങ്ങനെ കാണിച്ചു കൊടുക്കണ്ട എന്നുള്ളൊരു ഇത് വന്നു. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് എനിക്ക് തോന്നി അതന്നെ ശരിയെന്ന്. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാതിരുന്നത്. പിന്നെ നമ്മൾ തിരിച്ച് വരുന്നതാണ്. അപ്പോൾ എൻ്റെ മോൾക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചിങ്ങനെ കറങ്ങിയിട്ടാണ് നമ്മൾ പോയത്. ഇതിപ്പോൾ രാത്രിയിലാണ്. ഇതിപ്പോൾ വോയിസ് ഓവർ കൊടുക്കാൻ കാരണം ഞങ്ങൾ ഡയറക്റ്റ് വോയിസ് കൊടുക്കാമെന്നായിരുന്നു. പക്ഷേ അച്ഛനും മോളും തമ്മിൽ നല്ല കുറച്ച് വണ്ടി ഓടിക്കുമ്പോഴുള്ള ഓരോരോ കാര്യങ്ങളായിട്ട് അതിൻ്റേതായ രീതിയിലുള്ള പറച്ചിലുകൾ നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കാണിക്കാതിരുന്നത്. അവൾക്ക് അധികമായിട്ടില്ലല്ലോ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ ഇത് കാർഫോറിൽ വന്നതാണ്. അപ്പോൾ ഇവർക്ക് ടൂറ് വരുന്നുണ്ട്. വഹീബ സയൻസ് ഡെസേർട്ട് എന്ന് പറയുന്ന ഡെസേർട്ടിലേക്കാണ് ഇവർ ടൂറ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് കാർഫോറിൽ സെൻറ്റർ പോയിൻറ്റിലാണ് വാങ്ങാൻ വന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഒരു ഡ്രസ്സ് വാങ്ങി. അപ്പം മുളക്കുള്ളതായതുകൊണ്ട് ആൾക്ക് അങ്ങനെ ആദ്യം കാണിക്കാനൊന്നും ആൾക്ക് അങ്ങനെ അവിടെ വീഡിയോയിൽ വരെ കുറച്ചിങ്ങനെ മടിയായിട്ട് മാറി നിൽക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ആവുന്നതുകൊണ്ട് തന്നെ കാണിക്കാതിരുന്നത്. പിന്നെ എനിക്കുള്ളതായിരുന്നെങ്കിൽ ഞാൻ കാണിക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്നുള്ളൊരു അധിക സമയമൊന്നും എടുക്കാതെ വളരെ വേഗത്തിൽ നമ്മൾ ഡ്രസ്സ് വാങ്ങി. പിന്നെ നമ്മളങ്ങനെ വേറെ എവിടെയും അങ്ങനെ പോവുകയും ചെയ്തില്ല. അപ്പോഴേക്കൊക്കെ ഒരുപാട് സമയം ലേറ്റായില്ലേ. പിന്നെ നമ്മളങ്ങനെ വീട്ടിലേക്ക് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല ടോപ്പുകളുണ്ട്. ഈ ടോപ്പൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. അത് വളരെ നല്ലതാണ്. കഴുത്തൊക്കെ കണ്ടില്ലേ, അതിൻ്റെ കഴുത്തും ഒക്കെ കൂടിയിട്ട്. പിന്നെ ഇതെനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. ഈ വെള്ളം എനിക്ക് ഇഷ്ടമായില്ല. എനിക്ക് ആ റെഡാണ് ഇഷ്ടമായത്. പിന്നെ ഈ വെള്ളയൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. മുകളിൽ കിടക്കുന്ന ആ വെള്ളയൊക്കെ ഇതൊന്നും എനിക്ക് ഇഷ്ടമായില്ല. ഇത് ഞാൻ മുന്നേ കിട്ടായിരുന്നു ഈ ടൈപ്പ്. ഇപ്പോൾ എടുത്ത രീതിയിൽ കുറച്ചിങ്ങനെ പ്രായം ചെന്നവർ പോലെ ഉള്ളവർ ഇടുന്ന പോലത്തേത് അങ്ങനെയൊക്കെ എടുക്കും. കൈയൊക്കെ ലൂസായിട്ട് ഈ ക്ലോത്തും അങ്ങനെ ലൂസായിട്ട് കേടാവൊന്നുമില്ല. കുറേ കഴിഞ്ഞ് നമ്മൾ കളയേണ്ടി വരും. അത് കുറച്ചൊക്കെ പ്രായം ചെന്നവർ തന്നെയാണ് ഇട്ടിട്ട് കാണാറ്. ക്ലോത്ത് ഇങ്ങനെ ഒരു സിൽക്കി ടൈപ്പ് അതങ്ങനെ കിടക്കുന്ന രീതിയിലുള്ളതാണ്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഷോപ്പിൽ. നല്ല ലേറ്റായിട്ട് ആവുന്നതുകൊണ്ട് തന്നെ കുറച്ചിങ്ങനെ കുറവുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് കാലിയായ പോലെ കേട്ടോ ഷോപ്പ്. നമ്മൾ ചെല്ലുന്ന സമയത്ത് കുറച്ചുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം വേഗത്തിൽ കാലിയായി. പിന്നെ ഈ ടോപ്പ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. നല്ല ടോപ്പ്. ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഓഫർ വരുന്ന സമയത്ത് വാങ്ങാമെന്നൊക്കെ പറഞ്ഞതായിരുന്നു. അത് നമുക്ക് വാങ്ങി വയ്ക്കാം, ഏതായാലും പിക്നിക്കിന് പോകേണ്ടതല്ലേ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞതായിരുന്നു. പക്ഷേ പിന്നെ വന്ന് പറഞ്ഞിട്ട് അന്നൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഒന്നും ഇവർക്ക് അതിന് പിടിക്കില്ല. പിന്നെ ആ ഷോപ്പ് പോവുക ഈ ഷോപ്പ് പോവാന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നിരുന്നു. അപ്പോൾ തലേദിവസം വെച്ചിട്ട് എന്തായാലും വേണമെന്ന് പറഞ്ഞ ഇത് കാരണം മാത്രം നമ്മൾ വാങ്ങുകയാണ്. പിന്നെ അങ്ങനെ നമ്മൾ ഇത്രയും ലേറ്റായി. റോഡൊക്കെ ഒഴിയാൻ തുടങ്ങി. കുറേ നമ്മൾ ഇങ്ങനെ തിരക്കല്ലേ, നമുക്കൊരു ക്ഷീണമായിട്ടോ. നമ്മൾ ഫുൾ ഡേ ഇങ്ങനെ തിരക്കായതുകൊണ്ട് പിന്നെ അങ്ങനെ നമ്മളിത് തിരിച്ചു വന്നു. പിന്നെ ഇത് പിറ്റത്തെ ദിവസം ഏർലി മോർണിംഗ് ആണ് കേട്ടോ. ഇത് രാവിലത്തെ കുറച്ച് കാഴ്ചകളാണ് ഞാൻ കാണിക്കുന്നത്. അത് ടൂറ് പോകുന്ന ഡേട്ടാ. അതിൻ്റെ മുന്നേയുള്ള പ്രിപ്പറേഷൻസാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അവർ കൊടുക്കുന്നത് നമ്മളിവിടുന്ന് 7:30 ആകുമ്പോൾ പോകണം. 7:30 ആകുമ്പോൾ പോയിട്ട് ഇത് ഞാൻ ചപ്പാത്തി കുഴയ്ക്കാൻ കേട്ടോ. ചപ്പാത്തി അത് ചെറിയ പാത്രം ആയതുകൊണ്ട് എനിക്ക് അന്ന് കുഴച്ചത് ശരിയായില്ല. രാവിലത്തെ തിരക്കായിട്ടോ എന്തോന്ന് അറിയില്ല. ഇങ്ങനെ സംഭവിക്കാറില്ല. പക്ഷേ അതുകൊണ്ട് ആകെ ഒരു കച്ചറ പോലെയല്ലേ ഇങ്ങനെ കുഴയ്ക്കുന്നതൊക്കെ കാണുമ്പോൾ അങ്ങനെ ഒരു ഇതായിപ്പോയി, കൂടുതലായിപ്പോയി. പിന്നെ ഇത് അവിടുന്ന് ഇതൊരു 7 മണി നമ്മൾ ഇറങ്ങുന്ന സമയത്തുള്ളതാണ് കേട്ടോ. നമ്മൾ 7:30 ഇറങ്ങിയത്. 7:30 സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞതായിരുന്നു. പക്ഷേ 8 മണി കുഴപ്പമില്ല. 9 മണിക്ക് ശേഷമാണ് അവർ വണ്ടി എടുത്തത്. അങ്ങനെ നമ്മൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞില്ലേ, രാവിലെ പോയിട്ട് 8 മണിക്ക് സ്കൂളിൽ എത്താൻ പറഞ്ഞിട്ട് പിന്നെ പിറ്റത്തെ ദിവസം ഉച്ചയ്ക്കാണ് തിരിച്ചു വരുള്ളൂ കേട്ടോ. അപ്പോൾ ആ ലെവലിലായതുകൊണ്ട് തന്നെ ലഞ്ച് അവർ തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പോകുന്ന ദിവസം ലഞ്ച് തരില്ല. പിന്നെ
ആ പിന്നെ സ്നാക്സ് എന്താണെന്ന് വെച്ചാൽ അത് കൊണ്ടുവരണം, വെള്ളം കൊണ്ടുവരണം എന്നാണ് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ട് പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അല്ല അപ്പോൾ ചോറും കറിയൊന്നും നമുക്ക് വളരെ നേരത്തെയാണ്, പിന്നെ കുട്ടികൾക്കൊന്നും കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ലല്ലോ വിചാരിച്ചിട്ട് പാസ്തയാണ് നമ്മൾ ഉണ്ടാക്കിയത്. ആൽഫ്രെഡോ പാസ്ത, വൈറ്റ് സോസ് പാസ്ത എന്ന് പറയുന്ന ആ പാസ്തയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെ ഞാൻ 2-3 ബൗളൊക്കെ അവളോട് കൊണ്ടുപോകാൻ പറയുന്നുണ്ടെങ്കിലും എല്ലാവരുടെ കയ്യിലും ഫുഡ് ഉണ്ടാവും കുറേ വേസ്റ്റ് ആവും എന്ന് പറഞ്ഞിട്ട് എടുത്തില്ല. പിന്നെ ഈ ഒരു ബൗളിൽ നിറയെ ഫുഡ് എന്നത് 2-3 ധാരാളം കഴിക്കട്ടെ, കുറച്ച് കൂടുതൽ സ്പൂണും കൊടുത്തിട്ടുണ്ട്. പിക്നിക്കിൻ്റെ ബാഗ് പുതിയ ബാഗാണ്, പുതിയ സാധനങ്ങളാണ്, എല്ലാം പുതിയതാണ്. ഒരു എന്താ പറയുക, 12 ലാസ്റ്റ് സ്കൂളിൽ നിന്ന് ലാസ്റ്റ് കേട്ടോ. അതെ. പിന്നെ കുറച്ച് വെള്ളം ബോട്ടിലുകൾ വെച്ചിട്ടുണ്ട്. അതായത് അങ്ങനത്തെ ചെറിയ ബോട്ടിലുകൾ, വെള്ളം ബോട്ടിലുകൾ. പിന്നെ ഫുഡ് കണ്ടില്ലേ. പിന്നെ ഇതൊക്കെ ഡ്രസ്സാട്ടോ. ഇന്നലെ പോയിട്ട് അറബിയല്ല എന്താ സൺസ്ക്രീന്, സൺസ്ക്രീൻ, ഐഡി കാർഡിന്റെ കോപ്പി, സ്ക്രഞ്ചി. നമ്മൾ ചിരിച്ചത് വേറെ ഒന്നുമല്ല, എല്ലാം കൃത്യമായിട്ട് പാക്ക് ചെയ്ത് നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. അധികമൊന്നും അവൾ കൊണ്ടുപോയിട്ടില്ല കേട്ടോ. അത് നമ്മളാരും അങ്ങനെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നുമില്ല. കുട്ടികളൊക്കെ ഒരു ബോക്സൊക്കെ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അത് നമ്മൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ലീവ് ആയതുകൊണ്ടാണ് ഈ വഴിയൊക്കെ ഇത്ര വിജനായിട്ട് കാണുന്നത്. ഇന്ത്യൻ സ്കൂൾ സീബ് എന്നുള്ള സ്ഥലത്താണ് കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അല്ല, ചെറിയ ആൾ ഇപ്പോഴും പഠിക്കുന്നു, മൂത്താളുടെ പഠിത്തം കഴിഞ്ഞു. ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു 10-13 കിലോമീറ്ററൊക്കെ ദൂരം ഉണ്ടായിരിക്കും തോന്നുന്നു. എനിക്ക് വ്യക്തമായിട്ട് പറയാനറിയില്ല. പോകുന്ന വഴിയിൽ ഇത്രയും വിജനത തോന്നും. അത് രാവിലെ 7:30 പിന്നെ ലീവല്ലേ, ലീവായതുകൊണ്ടും കൂടിയാണ് ഇത്രയും വിജനത തോന്നുന്നത് കേട്ടോ. കുറച്ച് ദൂരം അങ്ങനെ ഉണ്ട്. അപ്പോൾ മൂത്താൾക്ക് വണ്ടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഹസ്ബൻഡ് തന്നെ വണ്ടി എടുത്തു. പിന്നെ ഈ ഭാഗങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ നൈറ്റിലൊക്കെ നമ്മളൊക്കെ ഈ ഭാഗത്തേക്ക് പോകുമ്പോഴൊക്കെ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ അറബ് നാടുകൾ ഇങ്ങനെ കാണുമ്പോൾ എല്ലാ ഭാഗവും ഏകദേശം ഒരുപോലെയൊക്കെ തോന്നുന്നു. എന്തെങ്കിലും ലാൻഡ് മാർക്കായിട്ടോ ബിൽഡിംഗ് ആയിട്ടൊക്കെ കാണിക്കുകയല്ല എന്നുണ്ടെങ്കിൽ ഒരുപോലെയൊക്കെ തോന്നും. ഇതന്ന് നമ്മൾ ആ ഫയർ വർക്സിൻ്റെ ഒക്കെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ നമ്മൾ ഈ റൗണ്ട് അബൌട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ ഒക്കെ എല്ലാവരും കാണണം കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, എല്ലാം ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ത്യൻ സ്കൂളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂത്താൾക്ക് ഇപ്പോൾ സ്കൂളിലേക്ക് പോയിട്ട് കുറേ കാലമായി. അപ്പോൾ അവൾക്ക് കുറച്ചൊരു എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നു. നമ്മൾ പഠിച്ച സ്കൂളിലേക്ക് പോകുമ്പോൾ എപ്പോഴും എക്സൈറ്റഡ് ആവുമല്ലോ. ഞാൻ 20 വർഷത്തിന് അല്ല 10-25 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ സ്കൂൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡോ എന്താ പറയേണ്ടതെന്ന് അറിയാത്തൊരു അനുഭവത്തിൽ ഞാൻ എത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പിന്നെ അത്രയ്ക്കൊന്നും ആവില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് പോകും. കഴിഞ്ഞ ഓരോ 6 മാസം കൂടുമ്പോഴെന്ന് പറഞ്ഞ പോലെ സ്കൂളിലേക്ക് പോകുന്നില്ലെങ്കിലും ഇങ്ങനെ പിക്ക് ചെയ്യാൻ ഡ്രോപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അവൾ സ്കൂളിലേക്കും ഇതാണ് കേട്ടോ സ്കൂൾ, ഇന്ത്യൻ സ്കൂൾ അൽസീബ് എന്നുള്ള രീതിയിൽ. നമ്മുടെ നാട്ടിലൊന്നും പോലെ അത്ര വലിയ സ്കൂളുകൾ അങ്ങനെ കുറേ ഗ്രൗണ്ട് കുറേ സ്ഥലങ്ങൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ. കുട്ടികളൊക്കെ നമ്മുടെ വ്ളോഗ് കാണുകയാണെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ ഈ വേറെയും നമുക്ക് നമ്മുടെ ഇവിടുന്ന് തന്നെ അടുത്ത വീട്ടിലൊക്കെ ഉള്ള കുട്ടികളൊക്കെ പോകുന്നത് വേറെ ഇന്ത്യൻ സ്കൂളിലാണ് കേട്ടോ. അങ്ങനെ വന്നതിന് ശേഷം നമ്മൾ വേഗം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊരു തക്കാളി ചട്നി വീട്ടിലേക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുകയാണ്. മോള് കഴിച്ചിട്ട് ചപ്പാത്തി ന്യൂട്ടലിയാണ് കഴിച്ചു പോയത്. പിന്നെ സ്കൂളിൽ അവർക്കൊരു സാൻഡ്വിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ വീഡിയോ കൂടുതൽ നമ്മൾ ദീർഘിപ്പിക്കുന്നൊന്നുമില്ല. ഈ ചമ്മന്തിയോട് കൂടിയിട്ട് തന്നെ നമ്മൾ കഴിക്കുന്നൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ ആ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം എന്നുള്ളതും പിന്നെ നമ്മൾ കൂടുതൽ നല്ല വീഡിയോസായിട്ട് വരും ചെയ്യാം. എല്ലാവർക്കും കാണുന്നവർക്ക് എല്ലാവർക്കും തന്നെ താങ്ക് യു ഓൾ.